ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പരീക്ഷിച്ച് എൻ്റെ മറ്റൊരു ചാനൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്ക്രൈബ് വന്നോളൂ. ഡെയിലി ഒരു 3-4 ഷോർട്ട് വീഡിയോ ഇടുക, ഒരു ലോങ് വീഡിയോ ഇടുക. ഇതിൽ തന്നെ ഇപ്പോൾ ഞാൻ മിനിയാന്നാണ് ചാനൽ തുടങ്ങിയത്. ഇന്നലെയാണ് വീഡിയോ ഇട്ട് തുടങ്ങി. ഇന്നലെ മിനിയാന്ന് കണ്ട് വീഡിയോ ഇട്ട് തുടങ്ങി. 2 ദിവസമായുള്ളൂ, മാക്സിമമായ 3 ദിവസം. അപ്പം തന്നെ എനിക്ക് 23 സബ് 3 ദിവസം ഉണ്ടായി ഈ ചാനൽ. അതുപോലെ നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. ലോങ് വീഡിയോ 1-2 ഇടുക. 1000 ആയിക്കഴിഞ്ഞാൽ 1000 കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 ഷോർട്ട് വീഡിയോ ഡെയിലി ഇടുക. പിന്നെ ലോങ് വീഡിയോ ഒരു 3 ഇടുക. പിന്നെ സബ് ചാനൽ റീച്ച് കൂടിക്കോളും. നിങ്ങളുടെ പെട്ടെന്ന് വാച്ചിങ് ടൈമും കയറിക്കോളും. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാനലൊന്ന് കയറി നോക്കാം. ഞാൻ പറയാം, ആ ചാനലിൻ്റെ പേര് ഞാൻ പറയാം. എനിക്കിപ്പോൾ മോണിറ്റേഷനായി ആ ചാനൽ. വിഷ്ണു ക്രിയേഷൻ ക്ഷേമ പെൻഷൻ. ഇത് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബാണ്. അവിടെ സർക്കാർ അറിയിപ്പൊക്കെയാണ്. അതുകൊണ്ട് വിഷ്ണു ക്രിയേഷൻ ക്ഷേമ പെൻഷൻ എന്നാണ് ആ ചാനലിൻ്റെ പേര്. നിങ്ങൾ ആ ചാനലിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. വിഷ്ണു ക്രിയേഷൻ ക്ഷേമ പെൻഷൻ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. ആ ചാനൽ വന്നോളും. അപ്പോൾ നിങ്ങൾ കയറി നോക്കിയത് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ആ ചാനലിൽ ഇപ്പോൾ 10,000 സബ് കഴിഞ്ഞു. നിങ്ങളും ഇതുപോലെ പരീക്ഷിച്ച് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് വിജയിക്കാൻ പറ്റും. ഇപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.